നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ലേറ്റിന്റെ ബെഡ് നമ്മൾ നോക്കിയായിരുന്നു കഴിഞ്ഞാല്. അതിനുശേഷം നമ്മൾ ടെയിൽ ഷോക്ക് നോക്കിയായിരുന്നു. ടെയിൽ ഷോക്കിന്റെ പർപ്പസും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. മറ്റൊരു ചോദ്യം, ഇപ്പൊ ടെയിൽ ഷോക്ക് നമ്മൾ പറഞ്ഞല്ലോ, ലെയ്ത്തിന്റെ ബെഡ് ഉണ്ട്, ബെഡ് വേസ് ഉണ്ട് അല്ലെ. ലെയ്ത്തിന്റെ ബെഡ് വേസ് തന്നെ ഇന്നർ ബെഡ് വേസും ഉണ്ട്, ഔട്ടർ ബെഡ് വേസും ഉണ്ട് അല്ലെ. അതായത് അകത്തുള്ള പോർഷൻ ഇന്നർ ആയിട്ടുള്ള ബെഡ് വേസും ഉണ്ട്, അതുപോലെ തന്നെ ഔട്ടർ ബെഡ് വേസും. ചോദിക്കട്ടെ, ടെയിൽ ഷോക്ക് എവിടെയാണ് ഇരിക്കുന്നത്, ഇന്നറിലാണോ ഔട്ടറിലാണോ? ഓക്കെ, ടെയിൽ ഷോക്ക് ഇന്നർ ബെഡ് വേസിലാണ്. ഓക്കെ, അപ്പം ഹെഡ് ഷോക്ക് എവിടെയാണ് ഇരിക്കുന്നത്, ഇന്നറിലാണോ ഔട്ടറിലാണോ? ഹെഡ് ഷോക്ക്. ടെയിൽ ഷോക്കും ആൻഡ് ഹെഡ് ഷോക്ക് അല്ലെ. ടെയിൽ ഷോക്കും ഹെഡ് ഷോക്കും ഇന്നറിൽ തന്നെ ആയിരിക്കുന്നത് കേട്ടോ. ആ അതെ, കാരേജ് ആണ് വരുന്നത്. കാരേജ് വരുന്ന സ്ഥലത്താണ് നമ്മുടെ എന്താണ് ഔട്ടർ ഗൈഡ് വേസ്. അപ്പം ഈ ഔട്ടർ ഗൈഡ് വേസിൽ ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡിംഗ് സർഫസ് ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. നമ്മളതിൽ ഈ ഇന്നർ ബെഡ് വേസിൽ നമുക്ക് ടെയിൽ ഷോക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ വേണ്ടി പറ്റും. ഹെഡ് ഷോക്ക് എപ്പോഴും എന്തായിരുന്നു, ഫിക്സഡ് ആയിട്ട് വെച്ചേക്കും. ഹെഡ് ഷോക്ക് നമ്മൾ പഠിച്ചില്ല, പക്ഷേ ഹെഡ് ഷോക്ക് ഇതിന്റെ കൂടെ തന്നെ അങ്ങ് പഠിച്ചു വെച്ചേക്കുക. അതായത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, എവിടെയാ ഇരിക്കുക എന്നുള്ള സംഭവം ചോദിക്കുകയാണെങ്കിൽ, ടെയിൽ ഷോക്കിനെ അങ്ങനെ പഠിച്ചു വെക്കുക. TI എന്ന് പറഞ്ഞ രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി അല്ലെ. ടെയിൽ ഷോക്ക് ടി എഴുതുന്നത് ഐ പോലെ എഴുതുന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, അത് ഇന്നർ ആണ്. അപ്പം ടെയിൽ ഷോക്കിന്റെ കൂടെ നമുക്ക് പഠിക്കുക വെക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിട്ട് പറ്റുന്ന ഹെഡ് ഷോക്ക് ആയിരുന്നു. അപ്പോൾ ഹെഡ് ഷോക്കും ടെയിൽ ഷോക്കും ഇന്നറിലാണ്. അതേസമയം മറ്റേ സാധനം നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന കാരേജ് വരുന്ന സ്ഥാനത്ത് എവിടെയായിരിക്കും, ഔട്ടർ ഗൈഡ് വേസിലായിരിക്കും. അല്ലെങ്കിൽ ബെഡ് വേസ് എടുക്കുകയാണെങ്കിൽ ഔട്ടർ ഗൈഡ് വേസിനകത്തായിരിക്കും ഇതിരിക്കുക എന്ന് മാത്രം പഠിച്ചു വയ്ക്കുക. ഓക്കെ അല്ലേ? നോക്കാം, നമുക്ക് കാരേജ് എടുക്കാം. എന്താ കാരേജ്? കാരേജ് എന്ന് പറഞ്ഞ സാധനം എടുക്കുകയാണെങ്കിൽ കാരേജിന് രണ്ട് മെയിൻ പാർട്സ് ആണുള്ളത്. അപ്പം കാരേജ് കൺസിസ്റ്റ് ചെയ്യുന്ന സാധനത്തിനകത്ത് രണ്ട് മെയിൻ പാർട്സ് ആണ് നമ്മൾ എപ്പോഴും പറയുക. ഒരെണ്ണത്തിന് നമ്മൾ പറയുന്നത് ആപ്രോൺ എന്ന് പറഞ്ഞ സാധനം, രണ്ടാമത്തെ സാധനത്തിന് സാഡിൽ എന്നും പറയും. ഒരെണ്ണത്തിന് ആപ്രോൺ എന്നും പറയും, അതുപോലെ തന്നെ സാഡിൽ എന്നും പറയും. കാരേജിനെ ക്ലാസിഫൈ ആണ് രണ്ട് മെയിൻ പാർട്സ് ആയിട്ടായിരിക്കും പറയുന്നത്. അതെന്തായിരിക്കും, ആപ്രോണും സാഡിലും എന്ന് പറഞ്ഞ രണ്ട് മെയിൻ പാർട്ട് ആയിരിക്കും പറയുന്നത്. ഇനി നോക്കാം, കാരേജ് എടുക്കുകയാണെങ്കിൽ കാരേജിനകത്ത് നമുക്ക് മെയിൻലി പറയുന്നത് മൂന്ന് ടൈപ്പ് ഓഫ് മോഷൻസ് ആയിരിക്കും. മൂന്ന് ടൈപ്പ് ഓഫ് മോഷൻസ് ആണ് കാരേജിനകത്ത്. മൂന്ന് ടൈപ്പ് ഓഫ് മോഷൻസ് വരുന്നുണ്ട്. ഒരെണ്ണത്തിന് നമ്മൾ പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ഫീൽഡ് അല്ലെ. അതായത് നമ്മുടെ വർക്ക് പീസ് ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ ആ വർക്ക് പീസിന് എലോങ് ദ ലെങ്ത് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഫീഡ് കൊടുക്കുന്നതായിരിക്കും ലോഞ്ചിറ്റ്യൂഡിനൽ ഫീഡ് എന്ന് പറയും. ഇനി അതുപോലെ തന്നെ അടുത്ത ടൈപ്പ് ഓഫ് ഫീഡ് എന്നറിയപ്പോൾ നമുക്ക് എന്തും കൊടുക്കാൻ വേണ്ടി പറ്റും, ഒരു ആംഗുലർ ഫീഡ് അല്ലെ. നിങ്ങൾക്ക് ഒരു വർക്ക് പീസ് ഉണ്ടെങ്കിൽ ആ വർക്ക് പീസിന് എന്തായിട്ട് ഒരു പർട്ടിക്കുലർ ആംഗിൾ മേടിയിപ്പിച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും, ഫീഡും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി പറ്റും. ഇത് കാരേജിന്റെ ടോട്ടൽ പോർഷന്റെ കേസാണ് പറയുന്നത്. ഈ കാരേജിനകത്തുള്ള ഓരോ കാര്യങ്ങളില്ലേ, നമുക്ക് ടൂൾ പോസ്റ്റ് എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട്. ഈ ടൂൾ പോസ്റ്റിനെയാണ് ആക്ച്വലി നിങ്ങൾക്ക് ഇങ്ങനെ മറിച്ചും തിരിച്ചും ഒക്കെ വെച്ച് കൊടുത്തിട്ടായിരിക്കും നിങ്ങൾ ഓരോ പരിപാടികൾ ചെയ്യുക. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കാരേജിന്റെ ടോട്ടലി അങ്ങോട്ടുള്ള മോഷനാണ് നമ്മൾ പറയുന്നത്. മൂന്ന് രീതിയിലാണ്. നിങ്ങൾക്ക് ലോഞ്ചിറ്റ്യൂണൽ രീതിയിൽ മൂവ് ചെയ്യാം, അതിനാൽ ലോഞ്ചിറ്റ്യൂണൽ ഫീഡ് എന്ന് പറയും. അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നത് ആംഗുലാർ രീതിയിൽ മൂവ് ചെയ്യാം. ഇനി ഈ ആംഗുലാർ രീതിയിൽ തന്നെ 90 ഡിഗ്രി ആണ് ആംഗിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യിപ്പിക്കുന്നെങ്കിൽ അല്ലെ, അതായത് നമ്മുടെ വർക്ക് പീസ് ഉണ്ടെങ്കിൽ വർക്ക് പീസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നിങ്ങൾ എന്ത് ചെയ്യിപ്പിക്കുന്നത്, ഒരു ഫീഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരായിരിക്കും എന്തെന്ന് അറിയപ്പെടുന്നത്, ക്രോസ് ഫീഡ്. ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അതായത് രണ്ട് പാർട്ടാണുള്ളത്, ആപ്രോണ് സാഡൽ എന്നുണ്ടായിരിക്കും രണ്ട് മെയിൻ പാർട്ടുകൾ പറയുന്നത്. ഈ സാഡിലിനകത്തായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത്. ഈ ആപ്രോൺ എന്ന് പറയുന്നത് അടിയിലുള്ള പോർഷൻ ആയിരിക്കും. ആപ്രോൺ എന്ന് പറഞ്ഞ സാധനം അടിയിലുള്ള പോർഷൻ ആയിരിക്കും. ഈ കാരേജിന്റെ ഈ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്ന പോർഷൻ അല്ലെ, ഏറ്റവും ഫ്രണ്ടിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഫ്രണ്ട് മുന്നിലെ പോർഷൻ. അടിയിലെ പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ കാണാൻ വേണ്ടി താഴെയുള്ള പോർഷൻ, ഒരു പർട്ടിക്കുലർ റിവേർട്ടിന്റെ മേളിലോട്ടിരിക്കുന്ന മറ്റ് പർട്ടിക്കുലർ പോർഷൻ ആയിരിക്കും നമ്മൾ എന്തെന്ന് അറിയപ്പെടുന്ന സാഡിൽ എന്ന് പറഞ്ഞ സംഗതിയിൽ നമ്മൾ പറയുക, സാഡിൽ. ഇനി അതുപോലെ തന്നെ ഇതിനകത്തുള്ള മൂന്ന് മൂവ്മെന്റുകൾ അല്ലെ, എന്തൊക്കെ വരാം, ക്രോസ് ഫീഡ് വരാം, അതുപോലെ ലോഞ്ചിറ്റ്യൂണൽ ഫീഡ് വരാം, അതുപോലെ തന്നെ ആംഗുലാർ ഫീഡ് വരാം. അങ്ങനെയുള്ള മൂന്ന് ഫീഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആക്ച്വലി എന്തിൽ വരിക, നമ്മുടെ കാരേജിൽ വരിക. ഓക്കെ, ഇനി നോക്കാം പാർട്സ് ഓഫ് കാരേജ് അല്ലെങ്കിൽ പർപ്പസ് ഓഫ് കാരേജ് എന്ന് പറഞ്ഞ സാധനം ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. കാരേജ് ഈസ് ദ പാർട്ട് ഓഫ് ദ ലേത്ത് വിച്ച് സ്ലൈഡ്സ് ഓവർ ദ ബെഡ് ബേസ് ബിറ്റ്വീൻ ഹെഡ് സ്റ്റോക്ക് ആൻഡ് ടെയിൽ സ്റ്റോക്ക്. അറിയാന്നുള്ള സാധനം തന്നെ അല്ലേ. ഈ കാരേജിന് നിങ്ങൾക്ക് ഹെഡ് സ്റ്റോക്കിനും ടെയിൽ സ്റ്റോക്കിനും ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും, മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മൂവിംഗ് ആയിട്ടുള്ള പാർട്ടിനെ പറഞ്ഞ പേരായിരിക്കും കാരേജ്. അപ്പൊ കാരേജ് എന്താ ചെയ്യുന്നത്, പ്രൊവൈഡ്സ് വേരിയസ് മൂവ്മെന്റ് ഫോർ ദ കട്ടിംഗ് ടൂൾ മാനുവലി ആസ് വെൽ ആസ് ബൈ പവർ ഫീഡ്. അപ്പൊ കാരേജിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് മാനുവലി നമുക്ക് ഇതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. പോരാതെ തന്നെ ഇതിനകത്ത് പവർ ഫീഡും കാര്യങ്ങളും കൊടുക്കുക. ത്രെഡ് കട്ട് ചെയ്യണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഒരു പർപ്പസ് എടുക്കുകയാണെങ്കിൽ ഈ കാരേജിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന എന്തിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും, പവർ ഫീഡ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ഫീഡും കാര്യങ്ങളുടെയും ഹെൽപ്പോട് കൂടിയായിരിക്കും ഈ പരിപാടി ചെയ്യുന്നത്.
Carriage can be locked on the bed at any desired portion by tightening the carriage lock screws. അപ്പൊ കാരേജിന് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അല്ലെ നമ്മുടെ ലെയ്ത്തിന്റെ ബെഡ് ബേസ് ഉണ്ടെങ്കിൽ ആ ലെയ്ത്തിന്റെ ബെഡ് ബേസിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ലോക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. അതിന് കാരേജിന്റെ ലോക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂ ഉണ്ട്. നമ്മൾ പഠിക്കുമല്ലോ, പവർ ഫീഡിന്റെ കേസ് നമ്മൾ പഠിക്കുമല്ലോ, പഠിക്കും. പഠിക്കും നമ്മളല്ലാതെ മറ്റേ അതെ നമ്മുടെ ഇതിന്റെ ടംബ്ലർ അല്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഗിയറിന്റെ മെക്കാനിസം ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും നമ്മൾ ആ പരിപാടി ചെയ്യുന്നത്. ലീഡ് സ്ക്രൂവും ഫീഡ് ഷാഫ്റ്റിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ഈ പരിപാടി ചെയ്യുന്നത്. ഫീഡ് ഷാഫ്റ്റിലല്ല നമ്മൾ ഇത് ചെയ്യുന്നത്. അതെ, അതുമായിട്ട് ഇതിൽ ഡയറക്റ്റ് ഡ്രൈവ് കൊടുക്കും. അത് അത് ത്രെഡ് കട്ട് ചെയ്യുന്ന സമയത്താണ് ആ ഹാഫ് നെറ്റുമായിട്ട് എൻഗേജ് ചെയ്യുന്നത്. അതേസമയം ഇത് അതായത് എന്താണ് ത്രെഡ് ഇല്ലാത്ത ഒരു കണ്ടീഷൻ എടുക്കുകയാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ അതിന്റെ ഇല്ലാത്ത ഒരു കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ അത് ഫീഡ് ഷാഫ്റ്റുമായിട്ട് കണക്ഷൻ വരും. നമ്മളത് പഠിക്കാം. നമുക്ക് ആ ഒരു സമയത്ത് ഇതിലോട്ട് നമ്മൾ ഇനി അടുത്ത അതിലോട്ടാണ് കയറുന്നത്. നമ്മളിപ്പം മിക്സ് ചെയ്യണ്ട. ഇപ്പൊ ജസ്റ്റ് പവർ ഫീഡ് എന്ന് മാത്രം കേട്ട് വെച്ചിട്ടുണ്ട്. കാരേജിന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പവർ ഫീഡ് കൊടുക്കാനും എന്തിലോട്ട് പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. പോരാത്തതിന് പവർ ഫീഡും കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തിനകത്തുള്ള സെറ്റപ്പ് ഉണ്ട്, നമ്മുടെ കാരേജിനകത്ത് സെറ്റപ്പ് ഉണ്ടെന്ന് മാത്രം പഠിക്കാം. ഓക്കെ. ഇനി കാരേജിന് നിങ്ങൾക്ക് ബെഡ് ബേസ് ഉണ്ടെങ്കിൽ ബെഡ് ബേസിന് എവിടെ വേണമെങ്കിലും കൊണ്ടിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്, കാരേജിൽ ലോക്ക് സ്ക്രൂ എന്ന് പറഞ്ഞ സാധനം പ്രൊവൈഡ് ചെയ്യും. ഇനി കാരേജിന്റെ പുറത്തെടുക്കുകയാണെങ്കിൽ ടൂൾ ഈസ് പ്രൊവൈഡഡ് വിത്ത് ദ ഫോളോയിങ് ത്രീ മൂവ്മെന്റ് ബൈ ദ കാരേജ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ സാധനമായിരുന്നു അല്ലെ. നമുക്ക് ഇതിനകത്ത് ഒരു ടൂൾ വെക്കുകയാണ്, ആ ടൂളിന് 3 ടൈപ്പ് ഓഫ് മൂവ്മെന്റുകളും കാര്യങ്ങളും കാരേജ് വെച്ച് പ്രൊവൈഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ ലോഞ്ചിറ്റ്യൂണൽ ഫീഡ് എന്ന് പറയും. അതായത് ആക്സിസ് ഓഫ് ദ വർക്കിന് പാരലൽ ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്, അതിനെ പറഞ്ഞ പേരായിരിക്കും ലോഞ്ചിറ്റ്യൂണൽ. ഇനി രണ്ടാമത്തെ തന്നെ പറയുന്നതായിരിക്കും ക്രോസ് ഫീഡ്. ക്രോസ് ഫീഡ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ വർക്ക് അല്ലെ, വർക്കിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്ന സാധനമായിരിക്കും ക്രോസ് ഫീഡ്. ഇനി മൂന്നാമത്തെ എന്ന് അറിയപ്പെടുന്നത് ആംഗുലർ ഫീഡ് ആയിരിക്കും. വർക്കിന് എന്ത് ചെയ്യുക, ഒരു പർട്ടിക്കുലർ ആംഗിളിലോട്ട് കൊടുക്കുന്നത്. വിത്ത് ഹെൽപ്പ് ഓഫ് ദ കോമ്പൗണ്ട് സ്ലൈഡ് മൂവ്മെന്റ് ദ പൊസിഷൻ അറ്റ് ആൻ ആംഗിൾ ടു ദ ആക്സിസ് ഓഫ് ദ വർക്ക് അല്ലെ. അതായത് കോമ്പൗണ്ട് സ്ലൈഡ് കോമ്പൗണ്ട് സ്ലൈഡ് അല്ലെ, അതായത് കോമ്പൗണ്ട് സ്ലൈഡിനെ ഒരു പർട്ടിക്കുലർ ആംഗിളിലോട്ട് നിങ്ങൾ തിരിക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ആംഗുലർ മൂവ്മെന്റുകൾ കിട്ടാം. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ടേപ്പർ ഒക്കെ അടിക്കാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ ടേപ്പറിന്റെ പർട്ടിക്കുലർ പോർഷനിൽ നമ്മൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു, സ്വിവലിംഗ് ദ കോമ്പൗണ്ട് അല്ലെ, കോമ്പൗണ്ട് സ്ലൈഡ് സ്വിവലിംഗ് മെത്തേഡ് ബൈ യൂസിങ് എന്ത് ചെയ്യാം, നമുക്ക് ടേപ്പർ അടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടൊരു സാധനം പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഓരോന്നായിട്ട് പറയാം. നമുക്ക് കാരേജ് എടുക്കാൻ, ഇപ്പൊ ടോട്ടലി ഉള്ള സാധനമാണ് കാരേജ് എന്നറിയപ്പെടുന്നത്. ആ കാരേജിന്റെ മെയിൻ പാർട്ടായിട്ട് നമ്മൾ ഓൾറെഡി കണ്ടത് സാഡിലും ആപ്രോണും ആണെങ്കിലും ഈ സാഡിലിന്റെ പുറത്തായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുക. അപ്പം സാഡിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ സാഡിലിന്റെ പുറത്ത് എന്തായിരിക്കുന്നത്, ക്രോസ് സ്ലൈഡ് കേട്ടോ. സാഡിലിന്റെ പുറത്ത് ക്രോസ് സ്ലൈഡ്. ക്രോസ് സ്ലൈഡിന്റെ മണ്ടയ്ക്ക് എന്തായിരിക്കുന്നത്, കോമ്പൗണ്ട് റസ്റ്റ് സ്യുവലും അതുപോലെ തന്നെ അതിന്റെ പുറത്തൊരു ടോപ്പ് സ്ലൈഡും കാണും. എന്താ കാണും, കോമ്പൗണ്ട് റസ്റ്റ് സ്യുവൽ അല്ലെങ്കിൽ സ്യുവൽ ബേസ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് റസ്റ്റും കാണും, അതുപോലെ തന്നെ ഒരു ടോപ്പ് സ്ലൈഡും കാണും. ടോപ്പ് സ്ലൈഡിന്റെ മണ്ടയ്ക്കായിരിക്കും എന്തിരിക്കുക, ടൂൾ പോസ്റ്റ് ഇരിക്കുക. ടോപ്പ് സ്ലൈഡിന്റെ മണ്ടയ്ക്കായിരിക്കും ടൂൾ പോസ്റ്റ് ഇരിക്കുക. ടൂൾ പോസ്റ്റ് ഇരിക്കുക, അതുവരെ ആയി. ഇനി ഏറ്റവും അടിയിലത്തെ പോർഷൻ അല്ലെ, ഏറ്റവും താഴത്തെ പോർഷൻ ആയിരിക്കും ആപ്രോൺ അല്ലെങ്കിൽ ആപ്രോൺ മെക്കാനിസം എന്നൊക്കെ പറയും. അതായത് ഇതിന്റെ ഫീഡ് കൺട്രോൾ ചെയ്യിപ്പിക്കുക, ഫീഡ് ഷാഫ്റ്റിന്റെ കൺട്രോൾ ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൺട്രോളിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത് എന്തിലായിരിക്കും, ഈ ഒരു ആപ്രോൺ എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ ആപ്രോൺ മെക്കാനിസത്തിലായിരിക്കും നിങ്ങൾ ആക്ച്വലി കൊടുക്കുക. അപ്പം ആപ്രോൺ എടുക്കുകയാണെങ്കിൽ ആപ്രോൺ കാണാം നോക്കട്ടെ, ആപ്രോൺ എവിടെയും കാണാം, ഇതായിരിക്കുന്നു. ഇതല്ലേ ആപ്രോൺ എന്ന സാധനം. അതായത് ഈ ഫീഡ് മൂവ്മെന്റ് കൊടുക്കാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെ ഫീഡിനെ സെലക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും, അതിനെ കറക്കാനും തിരിക്കാനും, അതുപോലെ ഈ ഓട്ടോമാറ്റിക് ആയിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു ലിവറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് അതിന്റെ ആപ്രോൺ എന്ന് പറഞ്ഞ സാധനം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്താ ഫീഡ് ഷാഫ്റ്റ് ഉണ്ട്, അതുപോലെ ലീഡ് സ്ക്രൂ ഉണ്ട് ഇവിടെ ഇരിക്കുന്നത്. ഹാൻഡ് വീൽ ഫോർ ദ കാരേജിന്റെ ട്രാവലിന് വേണ്ടി ഒരു ഹാൻഡ് വീൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ആക്ച്വലി എന്തിലിരിക്കുന്നത്, ആപ്രോൺ എന്ന് പറഞ്ഞ സാധനത്തിലോട്ട് ഇരിക്കുന്നത്. കണ്ടായിരുന്നോ? ഓക്കെ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ സാധനം എടുക്കാം, സാഡിൽ. ഇപ്പം സാഡിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും അടിയിലത്തെ പോർഷൻ ആണ് നമ്മൾ സാഡിൽ എന്ന് കണ്ടായിരുന്നു. കാരേജ് എടുക്കുകയാണ്, ആ കാരേജ് കൺസിസ്റ്റ് ഓഫ് ഓരോ പാർട്സുകളാണ് പറയുന്നത്. ഒന്നാമത്തെ സാധനം സാഡിൽ. ഇപ്പൊ സാഡിൽ എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഷേപ്പ് എന്താണെന്ന്, ഹെച്ച് ഷേപ്പ് ആണ് ഇരിക്കുന്നത് അല്ലെ, ഹെച്ച് ഷേപ്ഡ് കാസ്റ്റിംഗ് as an V-gate grooves and a flat groove machined at the bottom face corresponding to the lathe bed base for mounting the saddle on the lathe bed and for sliding over the bed by the operation of the hand wheel. അതായത് നമ്മളിൽ ഇരിക്കുന്ന സാഡിൽ എടുക്കുകയാണെങ്കിൽ ആ സാഡിൽ എന്നറിയപ്പെടുന്നത് ആരൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ എന്തിന്റെ പുറത്തായിരിക്കുന്നത്,
നമ്മുടെ ബെഡിന്റെ പുറത്താണെങ്കിൽ ആ ബെഡിന്റെ പുറത്ത് ഇത് കറസ്പോണ്ടിങ് ആയിട്ട് കയറി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാകത്തിന് ഒരു വി ഗൈഡ് വേസും കാര്യങ്ങളും അതുപോലെ തന്നെ ഫ്ലാറ്റ് ഗൈഡ് വേസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പുറത്ത് എന്താ ചെയ്യുന്നത്, ബാക്കിയുള്ള മെറ്റൽ പാർട്ടുകളെല്ലാം കയറി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒരു ഡോവ് ടെയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഒരു ഡോവ് ടെയിൽ അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ പുറത്ത് നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ, ഒരു ക്രോസ് ലെയർ എന്ന് പറഞ്ഞ സാധനം കൊടുക്കാൻ വേണ്ടി പറ്റും. തൊട്ട് താഴെ നമ്മൾ പഠിക്കുന്ന ക്രോസ് ലെയർ ഉണ്ടെങ്കിൽ ആ ക്രോസ് ലെയർ വെക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെറ്റൽ ഒരു ഡോവ് ടെയിലിന്റെ ഒരു ജോയിന്റും കാര്യങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ ആ ഡോവ് ടെയിലിന്റെ ഷേപ്പില് ഒരു പ്രൊവിഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ്, ആ ഒരു ക്രോസ് ലെയർ ഇതിന്റെ പുറത്തൂടെ കയറി അല്ലെങ്കിൽ കയറ്റി വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇതാക്കുന്നത്. അപ്പൊ ഇതിന്റെ ഷേപ്പ് എന്തായാലും പഠിച്ചു വെച്ചിരിക്കുക. എന്താ ഷേപ്പ് എന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും, എച്ച് ഷേപ്പ് ആണ് കാസ്റ്റിംഗ് അല്ലെ. ആ കാസ്റ്റിംഗിന്റെ ഷേപ്പ് എന്താ പറയുന്നത്, എച്ച് ഷേപ്പ് ആയിരിക്കും. എച്ച് ഷേപ്ഡ് കാസ്റ്റിംഗ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എച്ച് ഷേപ്പ് ആയിരിക്കും നമ്മൾ എപ്പോഴും കൊടുക്കുക. എച്ച് ഷേപ്പ് കണ്ടാ, എച്ച് ഷേപ്പ് അല്ലെ, എച്ച് ഷേപ്പ്. ഇതിന്റെ പുറത്തായിരിക്കും എന്ത് കൊടുക്കുക, നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ആ ഒരു ക്രോസ് ലൈഡ് എന്ന് പറഞ്ഞ സാധനം കൊടുക്കുക. അപ്പൊ ക്രോസ് ലൈഡ് ഇതിന്റെ പുറത്ത് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണം അല്ലെ. ഒരു ക്രോസ് മൂവ്മെന്റ് കൊടുക്കാനായിരിക്കും ക്രോസ് ലൈഡ് കൊടുക്കുക. ക്ലിയർ ആണോ? ക്രോസ് ലൈഡ് എന്ന് അറിയപ്പെടുന്നത് ഇതിന് ഇങ്ങനെ ഇങ്ങോട്ടുള്ള ഒരു മൂവ്മെന്റ് കൊടുക്കാനായിരിക്കും എന്ത് ചെയ്യുക, ഒരു ക്രോസ് ലൈഡിന്റെ ഒരു ഹെൽപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ക്രോസ് ലൈഡ് എന്താണെന്ന് അടുത്ത് കൊടുത്തു വെക്കാം. ദ ബോട്ടം ഓഫ് എ ക്രോസ് ലൈഡ് ഹാസ് എ ഡോവ് ടെയിൽ ഗ്രൂവ് മെഷീൻ അല്ലെ. നമ്മുടെ ക്രോസ് ലൈഡ് എടുക്കുകയാണെങ്കിൽ ക്രോസ് ലൈഡിന്റെ ഏറ്റവും അടിയിലത്തെ പോർഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡോവ് ടെയിൽ എന്ന് പറഞ്ഞ ഒരു ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമ്മളിൽ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചിരിക്കുന്ന സാഡിലിന്റെ പുറത്ത് എന്തിനിരിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ, ആ ക്രോസ് ലൈഡ് ഇരിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പോരാത്തതിന് നിങ്ങൾ ഒരു എന്ത് ചെയ്യുക, അതിനകത്ത് ഇരിക്കുന്ന ആ ക്രോസ് ലൈഡിന് മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഹാൻഡ് വീൽ ഉണ്ടെങ്കിൽ ആ ഹാൻഡ് വീൽ വെച്ച് തിരിക്കുന്ന സമയത്ത് ഈ ക്രോസ് ലൈഡിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലെ. എക്സ്റ്റേണൽ മെഷീൻഡ് ഓൺ ദ സാധനം ക്രോസ് ലൈഡ് അസംബിൾസ് ടു ദ സാഡിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ടേപ്പേർഡ് ജിബ്. അപ്പൊ എന്ത് ചെയ്യുക, ഇത് ഇതിന്റെ പുറത്ത് നിങ്ങൾ അസംബിൾ ചെയ്യുമ്പോഴത്തേക്കും എന്തിന്റെ ഹെൽപ്പിലായിരിക്കും, ഒരു ടേപ്പേർഡ് ജിബിന്റെ ഹെൽപ്പിലായിരിക്കും ഇത് അസംബിൾ ചെയ്യുന്നത്. ദ അഡ്ജസ്റ്റ്മെന്റ് ജിബ് ഫെസിലിറ്റേറ്റ് ദ റിക്വേർഡ് ഫിറ്റ് ഫോർ ദ മൂവ്മെന്റ് ഓഫ് ദ ക്രോസ് ലൈഡ് ഓൺ ദ സാഡിൽ. സാഡിലിന്റെ പുറത്ത് ഇത് ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണം അല്ലെ, ഒരു സ്ലൈഡ് ചെയ്യണം അല്ലെ. സ്ലൈഡ് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോവുക, സ്ലൈഡ് ചെയ്ത് ബാക്കിലോട്ട് വരിക. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ക്രോസ് ലൈഡിന്റെ ഇത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് പോരാത്തതിന് ഒരു ടേപ്പേർഡ് ജിബിന്റെ ഹെൽപ്പ്, കീ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സാധനമാണ് ടേപ്പേർഡ് ജിബ്. ആ ടേപ്പേർഡ് ജിബിന്റെ ഹെൽപ്പോട് കൂടി കണ്ടോ, ജിബ് എന്ന് പറയും അല്ലെ. ജിബിന്റെ സ്ട്രിപ്പും കാര്യങ്ങളും ഒരു ടേപ്പർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ജിബിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അതിനെ അങ്ങ് ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യുക, അത് ഒരുപാട് അങ്ങോട്ട് ലൂസ് ആവത്തില്ല, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് ടൈറ്റ് ആവത്തില്ല. ഒരു പർട്ടിക്കുലർ മീഡിയം രീതിയിൽ ഇരുന്നാൽ മാത്രമേ നിങ്ങൾ ഇതിന്റെ ഹാൻഡ് വീൽ തിരിക്കുന്ന സമയത്ത് സാഡിലിന്റെ പുറത്ത് എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ, നമ്മുടെ ക്രോസ് ലൈഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. So the cross laid functions perpendicular to the leaf axis either by hand feed or by automatic feed. കണ്ടായിരുന്നോ, നമുക്ക് ഇതിനെ എന്ത് ചെയ്യിപ്പിക്കാം, ഒന്നെങ്കിൽ ഹാൻഡ് ഫീഡിന്റെ ഹെൽപ്പിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഫീഡിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യിപ്പിക്കാം, ഫീഡും കാര്യങ്ങളും അറേഞ്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. ഇനി ദ ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ, അപ്പോൾ നമുക്ക് മോസ്റ്റ് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയറോ അല്ലെങ്കിൽ അഗ്നേ ത്രെഡ് സ്ക്രൂ റോഡ് ഫിറ്റഡ് വിത്ത് ഹാൻഡ് വീൽ ഹെൽപ്സ് ഇൻ ദ മാനുവൽ മൂവ്മെന്റ് ഓഫ് ദ ക്രോസ് ലൈഡ് അല്ലെ. ആ ക്രോസ് ലൈഡിന്റെ ആക്ച്വലി ആയിട്ടുള്ള മാനുവൽ മൂവ്മെന്റ് നമ്മളാണ് കൊടുക്കുന്നതെങ്കിൽ ആ മാനുവൽ മൂവ്മെന്റ് ആയിരിക്കും പറയുന്നത്. ആ മാനുവൽ മൂവ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ത്രെഡ് ആയിരിക്കും നമ്മുടെ സ്ക്വയർ ത്രെഡ്. അതിൽ ഏത് ടൈപ്പാണ് ഉപയോഗിക്കുന്നത്, ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ ത്രെഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത് അല്ലെ. ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ ത്രെഡോ അല്ലെങ്കിൽ അക്മേ ത്രെഡോ ആയിരിക്കും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? നമ്മൾ ടെയിൽ സ്റ്റോക്കിനകത്ത് ലെഫ്റ്റ് ഹാൻഡ് സ്ക്വയർ ത്രെഡ് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ. The automatic feeding is achieved through ഗിയറിംഗ് അല്ലെ. നോക്കി, ഈ ഓട്ടോമാറ്റിക് ഫീഡിംഗ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗിയറിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും, അല്ലെങ്കിൽ ഗിയർ എന്ന് പറഞ്ഞ സംഗതി അല്ലെങ്കിൽ ഗിയറിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ഓട്ടോമാറ്റിക് ഫീഡിംഗ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ അച്ചീവ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അതായത് എല്ലാ മെഷീനിലൊന്നും നമുക്ക് അങ്ങനെ സംഭവങ്ങൾ ഇല്ലെങ്കിലും നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഫീഡ് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മെഷീൻ എടുക്കുകയാണെങ്കിൽ ഒരു ഗിയറിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയായിരിക്കും. നമ്മളെ പവർ വെളിയിൽ നിന്ന് വരുമായിരിക്കും. ആ പവർ വെളിയിൽ നിന്ന് വരുന്ന സാധനത്തിന് ഒരു ഗിയറുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യും. അപ്പൊ ആ ഗിയറുമായിട്ട് കണക്ട് ചെയ്യുന്നതിന്റെ ഹെൽപ്പിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അത് നിങ്ങളൊരു ഇതാണ് ഫീഡ് കൺട്രോളർ ഉപയോഗിച്ചിട്ട് ഫീഡ് എത്രമാത്രം കൊടുക്കണമെന്ന് പറഞ്ഞ രീതിയിൽ കൺട്രോൾ ചെയ്യും. അപ്പൊ ആ കൺട്രോൾ ചെയ്യുന്നതിന്റെ ഹെൽപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗിയർ വെച്ചിട്ട് മെഷ് ചെയ്തിട്ടായിരിക്കും ഇത് ഓട്ടോമാറ്റിക്കലി എത്ര രീതിയിൽ ഫീഡ് കൊടുക്കണം, അല്ലെങ്കിൽ ഓരോ മിനിറ്റ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഓരോ കട്ട് എടുത്ത സമയത്ത് എത്രമാത്രം ഫീഡ് മുന്നോട്ട് നീക്കണം എന്നുള്ള സാധനം ഓൾറെഡി നമ്മൾ സ്റ്റഡി ചെയ്തിട്ടായിരിക്കും ആ ഒരു ഗിയറിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ഈ ഒരു ഓട്ടോമാറ്റിക് ഫീഡും കാര്യങ്ങളും കൊടുക്കാന്നാണ് പഠിച്ചു വെച്ചിരിക്കുക. നോക്കാം, ഗ്രാജുവേറ്റഡ് കോളർ മൗണ്ടഡ് ഓൺ ദ സ്ക്രൂ റോഡ് എലോങ് വിത്ത് ദ ഹാൻഡ് വീൽ ഹെൽപ്സ് ടു സെറ്റ് ദ ഫൈൻ മൂവ്മെന്റ് ഓഫ് ദ ക്രോസ് ലൈഡ്. അതായത് നമുക്ക് സ്ക്രൂ റോഡിന്റെ പുറത്തല്ലേ ഗ്രാജുവേറ്റഡ് കോളറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഗ്രാജുവേറ്റഡ് കോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇതിനകത്ത് നോക്കിയാൽ 1, 2, 3, 4, 5 എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഇതിനകത്ത് ഗ്രാജുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഗ്രാജുവേഷൻസിന്റെ ഹെൽപ്പിലായിരിക്കും, ആ ഒരു കോളറിന്റെ ഹെൽപ്പിലായിരിക്കും നമ്മൾ എത്രമാത്രം രീതിയിലാണ് ഫീഡ് ഫ്രണ്ടിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ അതിനകത്ത് RPM പറയത്തില്ലേ,
നമ്മുടെ ഫാനിനൊക്കെ RPM പറയത്തില്ലേ, 1 2 3 4 ഓരോ സ്പീഡിലും വരുന്നില്ലേ. അപ്പൊ അതിന്റെ പോലെ തന്നെ ഇതിനകത്ത് ഫീഡ് എന്ന് പറഞ്ഞ സാധനം എത്ര രീതിയിലാണ് മുന്നോട്ട് പോവേണ്ടത് എന്നുള്ള സാധനം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന്റെ ഇതിൽ വെച്ചിട്ടായിരിക്കും ഈ ക്രോസ് സ്ലൈഡ് എത്രമാത്രം ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യണം അല്ലെങ്കിൽ എത്രമാത്രം ബാക്കിലോട്ട് മൂവ് ചെയ്യണം എന്നുള്ള സാധനം നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ ആണോ? അതായത് ആ ഹാൻഡ് വീലിന്റെ പുറത്ത് ഇവിടെ ഒരു ഇത്, അതായത് അതിന്റെ ഹാൻഡ് വീലിന്റെ പുറത്ത് എഴുതിയിട്ടിരിക്കുന്നതാണ് പറയുന്നത്. അതായത് ഇതിനൊരു ഹാൻഡ് വീൽ ഉണ്ടല്ലോ, ഇവിടെ ഒരു ഹാൻഡ് വീൽ ഇരിക്കും അല്ലെ, ഇത് കണ്ടോ ഹാൻഡ് വീലുകൾ, ഇത് രണ്ടും ഹാൻഡ് വീലാണ് അല്ലെ. ഈ ഈ ഈ ഒന്നെന്ന് എഴുതിക്കുന്നില്ലേ, ഈ ഫസ്റ്റ് ഹാൻഡ് വീലാണ് ക്രോസ് ഫീഡിന്റെ അല്ലെങ്കിൽ ക്രോസ് ഇതായിരിക്കുന്നത്, ക്രോസ് സ്ലൈഡിന്റെ ഹാൻഡ് വീൽ ഇതാണ് ഒന്നാമത്തെ സാധനം. ഇതിനകത്ത് കണ്ടായിരുന്നോ ഗ്രാജുവേഷൻസ് കണ്ടായിരുന്നോ, അതാണ് ഇവിടെ ഇപ്പൊ പറഞ്ഞത്. ഗ്രാജുവേഷൻസ് കണ്ടായിരുന്നോ? ആ ഗ്രാജുവേഷൻസ് ആണ് ഇപ്പൊ പറഞ്ഞത്. അതെ. അപ്പം ഇത് കഴിഞ്ഞല്ലേ, ഇപ്പൊ നമുക്ക് രണ്ട് പാർട്ടാണ് പറഞ്ഞത്. ഒരെണ്ണം അത് എച്ച് ഷേപ്പ് ആയിട്ടുള്ള നമ്മുടെ ഇരിക്കുന്ന സാഡിലായിരുന്നു. ആ സാഡിന്റെ അപ്പുറത്തായിരുന്നു നമ്മൾ എന്ത് കൊണ്ടുവന്ന് വെച്ചത്, ക്രോസ് സ്ലൈഡ് കൊണ്ടുവന്ന് വെച്ചത്. ഇനി ക്രോസ് സ്ലൈഡ് പോരാഞ്ഞിട്ട് ഈ ക്രോസ് സ്ലൈഡിന്റെ പുറത്ത് എന്താ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി പോകുന്നത്? ഓക്കെ, ക്രോസ് സ്ലൈഡ് ഉണ്ടായിരുന്നു അല്ലെ, ഈ ക്രോസ് സ്ലൈഡ് ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞു. സാഡിൽ ഉണ്ടായിരുന്നു, ആ സാഡിന്റെ പുറത്ത് ക്രോസ് സ്ലൈഡ് കൊണ്ടുവന്ന് വെച്ചു. ഇനി ക്രോസ് സ്ലൈഡിന്റെ മണ്ടയ്ക്കാണ് ഇനി ബാക്കിയുള്ള സാധനത്തിന് കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറയും. ക്രോസ് സ്ലൈഡ് ഉണ്ടെങ്കിൽ ആ ക്രോസ് സ്ലൈഡിന്റെ പുറത്തായിരിക്കും നമ്മൾ എന്തിനെ കൊണ്ടുവന്ന് വെക്കുന്നത്, കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പം ഇതിനകത്ത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. കോമ്പൗണ്ട് റെസ്റ്റിനകത്ത് തന്നെ നമ്മൾ പറയുന്നതിൽ രണ്ട് പാർട്ട് ഉണ്ട്. ഒരെണ്ണത്തിന് സ്വിവൽ ബേസ് എന്ന് പറയും. ഒന്നാമത്തെ സാധനത്തിന് എന്താ പറയാ, സ്വിവൽ ബേസ് കേട്ടോ. ഫസ്റ്റ് വൺ വിച്ച് ഈസ് കോൾഡ് സ്വിവൽ ബേസ്. ഇനി രണ്ടാമത്തെ പോർഷൻ ആയിരിക്കും ടോപ്പ് സ്ലൈഡ് അല്ലെ, ടോപ്പ് സ്ലൈഡ്. ഈ ടോപ്പ് സ്ലൈഡിന്റെ പുറത്തായിരിക്കും ആക്ച്വലി എന്തിനെ കൊണ്ടുവന്ന് വെക്കുക, ടൂൾ പോസ്റ്റ് കൊണ്ടുവന്ന് വെക്കുക. എന്താ പറയുന്നത്, ടോപ്പ് സ്ലൈഡ് ഉണ്ട്, ആ ടോപ്പ് സ്ലൈഡിന്റെ പുറത്തായിരിക്കും എന്തിനെ കൊണ്ടുവന്ന് വെക്കുക, ടൂൾ പോസ്റ്റ് കൊണ്ടുവന്ന് വെക്കുക. അത്രേ ഉള്ളൂ. അതായത് ഏറ്റവും അടിയിലത്തെ പോർഷൻ സാഡിലായിരുന്നു, സാഡിന്റെ പുറത്ത് ഉണ്ടായിരുന്നു എന്തിനെ കൊണ്ടുവന്ന് വെച്ചു, നമ്മൾ ഓൾറെഡി നമ്മളിപ്പം പറഞ്ഞിരുന്ന ക്രോസ് സ്ലൈഡിനെ കൊണ്ടുവന്ന് വെച്ചു. ഇനി ക്രോസ് സ്ലൈഡിന്റെ പുറത്തായിരിക്കും എന്തിനെ കൊണ്ടുവന്ന് വെക്കുക, കോമ്പൗണ്ട് സ്ലൈഡിനെ കൊണ്ടുവന്ന് വെക്കുക. കോമ്പൗണ്ട് സ്ലൈഡിനെ തന്നെ നമ്മൾ ടോട്ടലി രണ്ട് പാർട്ടാണ് പറയുന്നത്, അല്ലെ മൂന്ന് പാർട്ടൊക്കെ, മൂന്ന് കൂടുതൽ പാർട്ട് പറയുന്നുണ്ട്. എന്നാലും നമ്മൾ പറയുന്നതിൽ മെയിൻ ആയിട്ടുള്ള രണ്ട് പാർട്ടാണ്. അതുപോലെ സ്വിവൽ ബേസ് എന്നും മറ്റൊന്നത് എന്താ പറയാ, ടോപ്പ് സ്ലൈഡ് എന്നും പറയും അല്ലെ. സ്വിവൽ ബേസും ടോപ്പ് സ്ലൈഡ് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ സാധനം സ്വിവൽ ബേസ് പറയാം. The swell base is assembled to the top of the cross slide. അപ്പൊ ക്രോസ് സ്ലൈഡ് ഉണ്ടെങ്കിൽ ആ ക്രോസ് സ്ലൈഡിന്റെ മണ്ടയ്ക്കായിട്ട് നമ്മൾ അങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നത് എന്തായിരിക്കും, ഒരു സ്വെൽ ബേസ് ആയിരിക്കും. ഈ സ്വെൽ ബേസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു റൗണ്ട് അടിച്ചിരിക്കുന്ന സ്വെൽ ബേസ് ആണെങ്കിൽ അതിനകത്ത് വീണ്ടും ഗ്രാജുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. എത്ര മുതൽ എത്ര വരെ ആയിരിക്കും, 0 മുതൽ 360 ഡിഗ്രി വരെ ആയിരിക്കും എന്ത് കൊടുക്കുന്നത്, ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്യുന്നത്. 0 മുതൽ 360 ഡിഗ്രി വരെ ആയിരിക്കും ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്യുന്നത്. നോക്കിയായിരുന്നോ, 50 60 70 80 90 100 എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇതിനകത്തുള്ള ഗ്രാജുവേഷൻസ് ഇട്ടിരിക്കുന്നത്. ആ ഗ്രാജുവേഷൻസ് എന്ന് പറഞ്ഞാൽ 180 രണ്ട് എന്ന രീതിയിലായിരിക്കും വെച്ചിരിക്കുന്നത് അല്ലെ. എങ്കിലല്ലേ നമുക്ക് 360 കിട്ടത്തുള്ളൂ. 0 മുതൽ എത്ര വരെ വരും, 90 വരെ ഇവിടെ വന്നു, 180 വരെ ഇവിടെ വരെയാണെങ്കിൽ അതിനുശേഷം അടുത്ത വരുന്ന 0 മുതൽ 180 വരെയുള്ള ഇങ്ങോട്ട് വരും. അങ്ങനെയുള്ള 360ന്റെ ഗ്രാജുവേഷൻസ് ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കും. ഇതിന്റെ പുറത്താണ് പറയുന്നത്, ഈ സ്വിവൽ ബേസിന്റെ പുറത്താണ് പറയുന്നത്. ഓക്കെ, ഇനി by tightening T bolt, the head of the bolt move in the T slot groove on the top of the cross slide. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്രോസ് സ്ലൈഡ് ഉണ്ടെങ്കിൽ ആ ക്രോസ് സ്ലൈഡിന്റെ പുറത്തായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്ന, ഒരു T ബോൾട്ട് ഉണ്ട്. ആ T ബോൾട്ട് എന്തിന്റെ ഇതിലോട്ട് കയറ്റണം, നമ്മുടെ സ്വിവൽ ബേസിനകത്തോട്ട് കയറ്റിയിട്ടായിരിക്കും എന്തിനാ ഇത് രണ്ടും തമ്മിൽ ടൈറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇതെന്ത് ചെയ്ത് ലൂസൺ ചെയ്തിട്ടായിരിക്കും നമുക്ക് എവിടെയാണോ കറക്റ്റ് വെക്കേണ്ടത് ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്തോട്ട് നമുക്ക് കറക്റ്റ് വെച്ചിട്ട് ലൂസൺ ചെയ്തിട്ടായിരിക്കും കറക്റ്റ് വെക്കുക. Okay, ഇനി the swell base is provided with a dovetail on its top surface. അപ്പൊ ഇതിന്റെ പുറത്ത് ചുമ്മാ ഇരിക്കത്തില്ല, ഇനി വീണ്ടും again എന്ത് ചെയ്യുക, ഒരു dovetail കൊടുക്കണം അല്ലെ. ഒരു dovetail കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, നമ്മുടെ തൊട്ട് മേലിരിക്കുന്ന ടോപ്പ് സ്ലൈഡ് ഉണ്ടല്ലേ, ആ ടോപ്പ് സ്ലൈഡിനും again ഒരു സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു പോർഷൻ വരണം. അപ്പൊ സ്ലൈഡിങ് പോർഷൻ വരണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു dovetail എന്ന് പറഞ്ഞ ഒരു ജോയിന്റ് തന്നെ കൊടുത്തേക്കണം. അപ്പം സ്വിവൽ ബേസ് ഉണ്ടെങ്കിൽ ആ സ്വിവൽ ബേസിന്റെ പുറത്തൊരു dovetail കൊടുക്കുന്നുണ്ട്. ആ dovetail എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ടോപ്പ് സ്ലൈഡ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു dovetail ആയിരിക്കും. ഓൾറെഡി നമ്മൾ നേരത്തെ ഒരു സാഡിന്റെ പോർഷനകത്ത് ഒരു ഡോവ്ടെയിൽ ഉണ്ടായിരുന്നു. ആ ഡോവ്ടെയിലിന്റെ പുറത്തായിരുന്നു നിങ്ങൾ ക്രോസ് സ്ലൈഡിനെ കൊണ്ടുവന്ന് വെച്ചത്. ഇനിയിപ്പോ അടുത്ത പറയുന്നത് സ്വിവൽ ബേസ് ഉണ്ടായിരുന്നു. ആ സ്വിവൽ ബേസിന്റെ പുറത്ത് എന്താ കൊടുക്കുന്ന, ഒരു ഡോവ്ടെയിലാണ് കൊടുക്കുന്നത്. ആ ഡോവ്ടെയിലിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ടോപ്പ് സ്ലൈഡിനെ ഇതിന്റെ പുറത്തോട്ട് വെക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ആണോ? അതായത് സ്വിവൽ ബേസ് ഇല്ലേ, ആ സ്വിവൽ ബേസിന്റെ പുറത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു ഡോവ്ടെയിലിന്റെ ഒരു ജോയിന്റ് ഇങ്ങനെ കൊടുത്തിരിക്കുക. ഇത് കണ്ട, ഇത് സ്വിവൽ ബേസിന്റെ പുറത്ത്. കേട്ടില്ല? ആ സ്വിവൽ ബേസിന്റെ അടിയിലില്ലേ ഒരു T സ്ലോട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ T സ്ലോട്ടിന്റെ അതെ സ്വിവൽ ബേസിന്റെ അടിയിൽ ഒരു T സ്ലോട്ട് ഉണ്ട്.
ഇവിടെ ഒരു T ബോൾട്ട് ഉണ്ട്. ഈ T ബോൾട്ടും ഈ T സ്ലോട്ടും കൂടെ ചേർന്നിട്ടായിരിക്കും ഈ സ്യുവൽ ബേസ് ഏതിന്റെ പുറത്തായി, നമ്മുടെ ക്രോസ് സ്ലൈഡില്ലേ, ആ ക്രോസ് സ്ലൈഡിന്റെ പുറത്ത് ഫിറ്റ് ആവുന്നത്. ആ ഡോട്ട് ടെയിലിന്റെ, ആ അതെ. The swell base is provided with a dovetail on its top surface. The top slide has a corresponding dovetail groove ഉണ്ട് അല്ലെ. ടോപ്പ് സ്ലൈഡിന് again ഒരു dovetailന്റെ groove ഉണ്ട്. ആ ഗ്രൂവും ഇതിന്റെ സംഭവം കൂടെ രണ്ടും corresponding ആയിട്ട് കയറുന്ന സമയത്ത് മാത്രമേ ഇത് രണ്ടും കൂടെ joint ആവത്തുള്ളൂ. അതിപ്പോ പറഞ്ഞു. The assembly of the top slide to the swell base is done by a tapered jib. നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്ലൈഡിംഗ് മൊമെന്റ് വരണമെങ്കിൽ എപ്പോഴും ഒരു കീ അല്ലെങ്കിൽ ഒരു ടേപ്പേർഡ് ജിബ് എന്ന് പറഞ്ഞ സാധനം അല്ലെ, ഒരു കീ പോലെ ഇരിക്കുന്ന സാധനമായിരിക്കും ഈ ടേപ്പേർഡ് ജിബ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ടേപ്പേർഡ് ജിബ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇതിനകത്തൊരു സ്ലൈഡിംഗ് മൊമെന്റ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് അങ്ങനെ ഒരു പോസിബിൾ ആക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയാണ് ടേപ്പേർഡ് ജിബ് വിച്ച് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ടു കൺട്രോൾ ദ ടോപ്പ് സ്ലൈഡിന്റെ മൂവ്മെന്റ് അല്ലെ. ടോപ്പ് സ്ലൈഡിന്റെ മൂവ്മെന്റ് നിങ്ങൾക്ക് ആ അഡ്ജസ്റ്റ്മെന്റുകൾ കൺട്രോൾ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഈ ടേപ്പേർഡ് ജിബ് എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യുന്നത്. Okay, the sliding of the top slide on the swivel base is accompanied by the help of a screw rod fitted with a hand wheel and a graduated collar. Again, വീണ്ടും പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഒരു സ്ക്രൂ റോഡ് ഉണ്ട്. അത് സ്ക്രൂ റോഡ് മാത്രമല്ല, അതിന്റെ അറ്റത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗ്രാജുവേറ്റഡ് കോളർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഹാൻഡ് വീലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടി പറ്റും അല്ലെ. ഇതാണ് ആ സാധനം. ഹാൻഡ് വീലും ഗ്രാജുവേറ്റഡ് കോളർ ഉണ്ട്. ഈ ഗ്രാജുവേറ്റഡ് കോളറും ഹാൻഡ് വീലിന്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് എന്തിനാ ഇതാക്കാൻ വേണ്ടി പറ്റും, നമ്മളിരിക്കുന്ന ആ ഒരു ടോപ്പ് സ്ലൈഡ് എന്ന് പറഞ്ഞ ടോപ്പ് ഇതില്ലേ, അതായത് ഇതിനെ മറ്റൊരു രീതിയിൽ ഇവന്മാര് പറഞ്ഞിരിക്കുന്ന സാധനം ഈ കോമ്പൗണ്ട് സ്ലൈഡ് എന്നായിരിക്കും പറയാം. കോമ്പൗണ്ട് സ്ലൈഡ് എന്ന് പറഞ്ഞാലും സെയിം സാധനം തന്നെ, കോമ്പൗണ്ട് സ്ലൈഡ് എന്ന് പറഞ്ഞാലും സെയിം സാധനം തന്നെ, ടോപ്പ് സ്ലൈഡ് തന്നെ. ഈ ടോപ്പ് സ്ലൈഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണോ? പക്ഷേ അടുത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ടോപ്പ് സ്ലൈഡിന്റെ മൂവ്മെന്റ് ആക്ച്വലി നടക്കുന്ന എന്തിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും, മാനുവൽ മൂവ്മെന്റ് മാത്രമേ പറ്റത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഇതിനകത്ത് ഒരു ഗിയറും കാര്യങ്ങളും വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പാടായിരിക്കും അല്ലെ. അതായത് നമുക്ക് ഇവിടെ മാക്സിമം എവിടം വരെ വരാൻ വേണ്ടി പറ്റും, ആ ഒരു ഗിയറിന്റെ ഹെൽപ്പോട് കൂടി മാക്സിമം എവിടം വരെ വരാൻ വേണ്ടി പറ്റും, നമ്മളിൽ ഇരിക്കുന്ന ക്രോസ് സ്ലൈഡ് വരാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതേസമയം അതിന്റെ മേളിലോട്ട് വീണ്ടും ഒരു പവർ ഫീഡ് കൊടുക്കാൻ വേണ്ടി ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ അത് എപ്പോഴും എന്ത് ചെയ്യത്തുള്ളൂ, ഒരു മാനുവൽ ഫീഡിങ് മാത്രമേ എന്തിൽ നടക്കത്തുള്ളൂ, നമ്മളിപ്പോ പഠിച്ചിരിക്കുന്ന ആ ഒരു കോമ്പൗണ്ട് സ്ലൈഡിന്റെ അകത്ത്, അല്ലെങ്കിൽ ആ ഒരു ടോപ്പ് സ്ലൈഡ് എന്ന് പറഞ്ഞ പോർഷൻ അല്ലേ, ടോപ്പ് സ്ലൈഡിനകത്ത് എപ്പോഴും എന്തിൽ മാറ്റാൻ പറ്റത്തുള്ളൂ, മാനുവൽ ആയിട്ട് മാത്രമേ കറക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ടോപ്പ് സ്ലൈഡ് അസിസ്റ്റ് ഇൻ ഫീഡിങ് ദ ടൂൾ ടു ദ വർക്ക്. അപ്പൊ ആക്ച്വലി ഇതെന്താ ചെയ്യുന്നത്, ആ ഒരു ടൂളിന്റെ അടുത്തോട്ട്, അല്ലെങ്കിൽ ആ ഒരു ടൂളിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫീഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന എന്തായിരിക്കും, നമ്മുടെ ഇരിക്കുന്ന ഈ ഒരു ടോപ്പ് സ്ലൈഡ് എന്ന് പറഞ്ഞ സാധനമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഇത് അസിസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ അല്ലേ? അതായത് മറ്റേതാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്രോസ് ഫീഡ് എന്നായിരിക്കും മറ്റേത് സംഭവം പറയുന്നത്. അതേസമയം ഈ ഒരു സാധനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ച്വലി ഇതിനെ നിങ്ങളൊന്ന് എന്താ ഒരു പർട്ടിക്കുലർ ആംഗിളിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു തൊട്ട് താഴെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്രോസ് സ്ലൈഡിന്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഈ ടോപ്പ് സ്ലൈഡിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ, ഒരു ടേണിങ്ങും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അത് ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കിന്റെ ഹെൽപ്പിൽ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, മാനുവൽ ആയിട്ട് മാത്രമേ ചെയ്യാൻ. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഈ ലെയ്ത്തിന്റെ പോർഷൻ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇത് എന്ത് വെച്ചിട്ട് കണക്ട് ചെയ്യും, എന്ത് വെച്ച് കണക്ട് ചെയ്യും എന്നുള്ള സാധനങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി സാധ്യതയുണ്ട് അല്ലെ. നമുക്കിപ്പം ചോദിക്കുകയാണെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. അതായത് ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിന്റെ ഹെൽപ്പിൽ ഉപയോഗിക്കും, അതുപോലെ തന്നെ ഇതിൽ എന്ത് സ്ലോട്ട് ആയിരിക്കും വരിക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ ഇതെന്തായാലും നന്നായിട്ട് പഠിച്ചു വെക്കണം. പാർട്സ് എന്തായാലും പഠിച്ചു വെക്കണം, 100% ഉറപ്പാണ്. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചിലപ്പം കയറി വരും. ഇനി അതിനെ കൂടെ നമുക്കിനി ഇതൊക്കെ വരുന്നുണ്ട്, നമ്മുടെ ആപ്രോണും കാര്യങ്ങളും ഒക്കെ വിട്ടുപോയിട്ടില്ല. ആപ്രോൺ നമുക്ക് വരാം. നമുക്ക് അതിന് മുമ്പ് ടൂൾ പോസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് ആപ്രോണും കാര്യങ്ങളും നോക്കുന്നതായിരിക്കും നല്ലത്. ടൂൾ പോസ്റ്റും ടൂൾ സെറ്റിങ്ങും കഴിഞ്ഞിട്ട് നമുക്ക് ആപ്രോൺ നോക്കാം. ആപ്രോൺ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടോ നോക്കണം. ഇല്ല, ആപ്രോൺ ഇല്ല. എന്നാലും നമ്മൾ ആപ്രോൺ പഠിക്കും. ആപ്രോൺ എന്താണ്? ബോൾട്ടഡ് ഓൺ ദ ഫ്രണ്ട് ഓഫ് ദ സാഡിൽ കേട്ടോ. സാഡിലിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന പോർഷൻ ആണ് ആപ്രോൺ. പിന്നെ കാരേജിനെ കൺട്രോൾ ചെയ്യിപ്പിക്കാനായിരിക്കും ആപ്രോൺ ഉപയോഗിക്കുന്നത്. ഹാൻഡ് വീലും, ഫീഡ് ലിവർ, ഫീഡ് സെലക്ടർ, ലീഡ് സ്ക്രൂ, എൻഗേജ്മെന്റ് ലിവർ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് കേട്ടോ ആപ്രോണിൽ. അതെ, അതായത് നമുക്ക് ഫീഡ് സെലക്ട് ചെയ്യണമെന്ന് വെച്ചോ. അപ്പം ഇതിനകത്ത് ഒരു 3 ഇത് പറയുന്നില്ല, ഈ ഒരു 3 ലിവർ കണ്ടായിരുന്നോ. ഒരെണ്ണത്തിന് ഫീഡ് സെലക്ടർ എന്നാ പറയുക കേട്ടോ, ഒരെണ്ണത്തിന് ഫീഡ് സെലക്ടർ എന്ന് പറയും. ഇനി രണ്ടാമത്തെ സാധനത്തിന് പറയുന്നത് ഫീഡിന്റെ ലിവർ, ഫീഡിന്റെ സെലക്ടർ ഉണ്ട്. ഒരെണ്ണത്തിന് ഫീഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ രണ്ടാമത്തിന് പറയുന്നത് ഫീഡ് ലിവർ എന്ന് പറയും.
ഫീഡ് കൊടുക്കാൻ വേണ്ടി ഒരു ലിവർ ഉണ്ട്. അതുപോലെ മൂന്നാമത്തെ തന്നെ പറയുന്നത് ലീഡ് സ്ക്രൂവിനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ലിവർ കേട്ടോ. ലീഡ് സ്ക്രൂ എൻഗേജ്മെന്റ് ലിവർ. ലീഡ് സ്ക്രൂവിനെ എൻഗേജ് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ വേണ്ടി അതൊരു ലിവർ. ഇനി അതുപോലെ തന്നെ അടുത്ത ഒരെണ്ണം പറയുന്നത് ട്രാവേഴ്സിങ് ഹാൻഡ് വീൽ എന്നാണ്. അതായത് ഇദ്ദേഹത്തിന്റെ ലെഫ്റ്റ് മൂവ്മെന്റ് റൈറ്റ് മൂവ്മെന്റ് ഇല്ലേ, ഈ കാരേജ് ഉണ്ടല്ലോ, കാരേജ് അങ്ങോട്ട് പോകണോ അല്ലെങ്കിൽ കാരേജ് ഇങ്ങോട്ട് പോകണോ എന്ന് മൂവ് ചെയ്യിപ്പിക്കുന്ന സാധനമാണ് ഇത്. മനസ്സിലായോ ഈ സാധനം? ഓക്കെ ആണോ? ഒരെണ്ണത്തിന് ഫീഡ് സെലക്ടർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഫീഡ് ലിവർ എന്ന് പറഞ്ഞിട്ട് വേറെ സാധനം ഉണ്ട് കേട്ടോ. ഫീഡ് ലിവറും ഫീഡ് സെലക്ടറും. കേട്ടില്ല? ഫീഡ് സെലക്ടറും ഫീഡ് ലിവറും തമ്മിൽ ഇതെന്ന് ഫീഡ് സെലക്ടർ എന്ന് പറഞ്ഞ സാധനം, അതായത് എത്ര ഫീഡിൽ പോണം എന്ന് പറയുന്നതായിരിക്കും ഒരെണ്ണം, അതായിരിക്കും ഫീഡ് സെലക്ടർ. എത്ര ഫീഡിൽ പോണം എന്ന് പറയുന്നത്. അതേസമയം ഫീഡ് ലിവർ എന്ന് പറഞ്ഞ സാധനം, ഇതിനകത്ത് രണ്ട് ഷാഫ്റ്റ് ഉണ്ടല്ലോ. ഒരെണ്ണത്തിന് ഫീഡ് ഷാഫ്റ്റ് എന്നും മറ്റൊരെണ്ണം ലീഡ് സ്ക്രൂ എന്നല്ലേ പറയുന്നത്. അപ്പം നമുക്ക് ചില സമയങ്ങളിൽ ലീഡ് സ്ക്രൂ വേണ്ട, ത്രെഡ് കട്ട് ചെയ്യേണ്ട, പക്ഷെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിനെ മൂവ് ചെയ്യണം. ഓക്കെ, അപ്പോഴെന്ത് ചെയ്യണം? ഫീഡ് ലിവറിനെ അല്ലെങ്കിൽ അതിനെ എൻഗേജ് ചെയ്യിപ്പിക്കുക. ഫീഡ് ലിവറിനെ എൻഗേജ് ചെയ്യിപ്പിച്ചാൽ പോരെ. എങ്കിൽ ഫീഡ് ലിവറിനെ എൻഗേജ് ചെയ്യിപ്പിക്കാനായിരിക്കും ഈ ഫീഡ് ലിവർ യൂസ് ചെയ്യുക. അത്രേ ഉള്ളൂ. മനസ്സിലായില്ല? ലീഡ് സ്ക്രൂ ഉണ്ട്. അത്രേ ഉള്ളൂ. ഫീഡ് ഷാഫ്റ്റുമായിട്ട് എൻഗേജ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് ഇതിനെ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. നിങ്ങൾ ഒരു ഫീഡ് കൊടുത്തു, ആ ഫീഡിലോട്ട് ഇതിനെ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യണം. നിങ്ങൾ മാനുവൽ അല്ല ഉപയോഗിക്കുന്നത്, ഓട്ടോമാറ്റിക് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫീഡിനെ സെലക്ട് ചെയ്യുക. അപ്പം ഫീഡ് സെലക്ടർ വെച്ചിട്ട് ഫീഡിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഫീഡിൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒരു വർക്ക് പീസിനെ അത്രയും രീതിയിൽ ഫീഡ് കൊടുത്ത് വേണം ഫ്രണ്ടിലോട്ട് പോപ്പിക്കാൻ എന്നുള്ള സാധനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആ ഒരു ഫീഡ് ലിവറിനെ അങ്ങ് എൻഗേജ് ചെയ്ത് വിട്ടുകൊടുക്കുക. അപ്പോൾ ലീഡ് സ്ക്രൂവിനെ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഡിസെൻഗേജ് ചെയ്ത് ഇട്ടിരിക്കണം. അത് വേറെ കാര്യം. ഇനി ഇതിനെ ഡിസെൻഗേജ് ചെയ്ത് ഇടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ എന്താ ചെയ്യുന്നത്? മാനുവൽ ആയിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവിടെ നിങ്ങൾ ഫീഡിനെ കറസ്പോണ്ടിങ് ആയിട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇത്ര ഫീഡാണ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്നുള്ള സാധനത്തിനെ സെലക്ട് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക? ബൈ ദ ഹെൽപ്പ് ഓഫ് ഈ ഒരു മറ്റേ ഹാൻഡ് വീലിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കുക. ഓക്കെ ആണോ? ഈ ഹാൻഡ് വീൽ വെച്ചിട്ടാണ് ഇതിന് എന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും മൂവ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ ആണോ? ഈ ഹാൻഡ് വീൽ വെച്ചിട്ട്. അതേസമയം ഇതിന്റെ മേളിലിരിക്കുന്ന ഹാൻഡ് വീൽ എന്താണ്? ഈ ഹാൻഡ് വീൽ എന്തിനാണ്? അതെ അത് എന്തിനാ? കോമ്പൗണ്ട് റെസ്റ്റ് ആണോ? ക്രോസ് സ്ലൈഡ്, ഈ സാധനം ക്രോസ് സ്ലൈഡ്, അതായത് അതെ, ക്രോസ് സ്ലൈഡിന് ഇങ്ങനെ മൂവ്മെന്റ്. അതേസമയം ഇതാണ് ക്രോസ് സ്ലൈഡിന്റെ ഇതാണ് നമ്മുടെ ഇരിക്കുന്ന എന്തായിരുന്നു? ടോപ്പ് സ്ലൈഡിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന നമ്മുടെ ഇതല്ലേ, കോമ്പൗണ്ട് സ്ലൈഡ് എന്നോ കോമ്പൗണ്ട് റെസ്റ്റ് എന്നോ എന്തുകൊണ്ട് പറയാം. കോമ്പൗണ്ട് റെസ്റ്റിന്റെ മണ്ടയ്ക്ക് ഇരിക്കുന്ന ടോപ്പ് സ്ലൈഡിന്റെ ടൂളിനുള്ള സംഭവത്തിന് വേണ്ടി, ടൂളിനെ മാത്രം പിടിച്ചിട്ട് ഇതാക്കണമെങ്കിലുള്ള സംഭവം ഫീഡ് ചെയ്യണം. ഓക്കെ, അതായത് നമ്മളിപ്പം ആ ടൂളിനെ ഇതാക്കാൻ വേണ്ടി മാനുവലി മാത്രമേ പറ്റത്തുള്ളൂ. അതിനകത്ത് പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പരിപാടികളൊന്നുമില്ല, മാനുവലി മാത്രമേ ഉള്ളൂ. നമ്മൾ ആക്ച്വലി അതായത് ഇതിനെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും ഓൾറെഡി. ഈ സാധനത്തിനെ നിങ്ങൾ കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. അതായത് എത്ര ഡിസ്റ്റൻസിലോട്ടാണ് വരേണ്ടത് എന്നുള്ള സാധനം ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കും. അതായത് നമ്മളിപ്പം ഇവിടെയാണ് വർക്ക് പീസ് ഇരിക്കുന്നതെന്ന് വെച്ചോ, ഇവിടെ എവിടെയോ വർക്ക് പീസ് ഇരിക്കുന്നുണ്ട്, ഇവിടെ ഞാൻ ടൂൾ വെച്ച്. അപ്പം സപ്പോസ് ഞാൻ ഓട്ടോമാറ്റിക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് അങ്ങ് കട്ട് ചെയ്ത് പോകും. അപ്പൊ അത് ഇതാക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ നിങ്ങൾ കറക്കിയതിന് ശേഷം ഒരു പർട്ടിക്കുലർ സ്ഥലത്തോട്ട് കൊണ്ടുവന്ന് അങ്ങ് വെച്ച് കൊടുക്കും. അതായത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരുന്ന രീതിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ ഓട്ടോമാറ്റിക് അടിച്ചു കൊടുത്താലും പ്രശ്നം വരത്തില്ല. അതായത് ആക്ച്വലി പോവേണ്ട സാധനത്തിലേ വരത്തുള്ളൂ. അത് ഒരുപാട് അങ്ങോട്ട് കയറി ഇരിക്കത്തില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. വേണ്ട, അതൊന്നും പറയണ്ട, ചുമ്മാ ഒന്ന് കേട്ട് വെച്ചിരുന്നാൽ ഇതാണ് സാധനം എന്ന് മാത്രം അറിഞ്ഞാൽ. അങ്ങനെ ഇത് കൺഫ്യൂഷൻ അടിക്കുന്ന സാധനമാണ്. അപ്പൊ അതൊന്ന് നോക്കി വെച്ച് ഗ്യാപ്രോ അതായത് ആംഗുലാർ ഫീൽഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കിയേ, നോക്കാം. ആംഗുലാർ ഫീൽഡ് ഇവിടെ അത്രേ ഉള്ളൂ. അതെ, നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്? നമ്മുടെ ഇരിക്കുന്ന
അത്രേ ഉള്ളൂ ശരിക്കും. എന്നിട്ട് എന്ത് ചെയ്യാ, അപ്പം നമ്മൾ അതിനകത്ത് ഒരു സെന്റൻസ് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, ഓട്ടോമാറ്റിക് ഫീഡിങ് ഈസ് നോട്ട് പോസിബിൾ, ഓൺലി മാനുവൽ ഫീഡിങ് ഈസ് പോസിബിൾ ഫോർ എന്ത് ചെയ്യാ, ടേപ്പർ അടിക്കാൻ വേണ്ടിയല്ലേ ഇത് യൂസ് ചെയ്യുന്നത്. അതെ അതെ, അതായത് സ്വിവലിംഗ് ദ കോമ്പൗണ്ട് റസ്റ്റ് അല്ലെ, കോമ്പൗണ്ട് റസ്റ്റിനെ സ്വിവൽ ചെയ്യിക്കുന്ന മെത്തേഡിൽ നിങ്ങൾക്ക് ടേപ്പർ അടിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ആ ടേപ്പർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അടിക്കുന്ന സാധനത്തിൽ ഒരിക്കലും എന്ത് മാനുവൽ എന്ന് പറഞ്ഞ സാധനം മാത്രമേ പറ്റത്തുള്ളൂ, ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ സാധനം പറ്റത്തില്ല. അതുകൊണ്ട് ഫിനിഷും കാര്യങ്ങളും കുറവായിരിക്കുന്നതുകൊണ്ട് അന്ന് പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടല്ലോ? എന്താ ആരടാ തുപ്പുന്നത്? മനസ്സിലായി. ഓക്കെ. ആ ഇത് ഈ ഒരു ഫിഗർ വെച്ച് വെച്ചാൽ ഇതാണ് സാധനം. ഇത് ചരിച്ചു. ഏതിനെ? അല്ല, അതെ അലൻകി എന്ന അതായത് ഈ മറ്റേ ടീ ബോൾട്ട് ഉണ്ടല്ലോ, ഇവന്മാർ ഇപ്പം പറഞ്ഞ ഇതാക്കിയാണെങ്കിൽ ഇതിനകത്തൊരു ടീ ബോൾട്ട് ഉണ്ട്, ഇതിനെ ലൂസൺ ചെയ്യും. ഇതിനെ ലൂസൺ ചെയ്തിട്ടായിരിക്കും ഇതിനെ പിടിച്ച് കറക്കുക. ആ അതെനിക്ക് അതായത് ഇതിപ്പം പറഞ്ഞിരിക്കുന്ന ഒരു ടീ ബോൾട്ടും അങ്ങനെയല്ലേ, അപ്പൊ ആ ബോൾട്ടിനെ ലൂസൺ ചെയ്യിപ്പിക്കുക, പിന്നെ ഇതിനെ പിടിച്ച് ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചാൽ മതിയല്ലോ. ഇതിനെ പിടിച്ചിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് കിടന്ന് റൊട്ടേറ്റ്. നോക്കിയൊക്കെ ടീ ബോൾട്ടിനെ, അതായത് ടീ സ്ലോട്ടും ഉണ്ട് അതുപോലെ ടീ ബോൾട്ടും ഉണ്ട്. ഈ ടീ ബോൾട്ടിനെ ആയിരിക്കും ടൈറ്റ് ചെയ്യുക ആക്ച്വലി. അതായത് ഇതിൽ എഴുതിയിരിക്കുന്ന സാധനം അതാണ്, ദ ഹെഡ് ഓഫ് ദ ബോൾട്ട് മൂവ് ഇൻ ദ ടീ സ്ലോട്ട് ഗ്രൂവ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ക്രോസ് ലൈഡ്, ദ സ്വിവൽ ബേസ് ഈസ് പ്രൊവൈഡഡ് വിത്ത് ഡോട്ട്. അതല്ല വേണ്ട, ബൈ ടൈറ്റനിങ് ദ ടീ ബോൾട്ട് എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടില്ലേ, ദ സ്വിവൽ ബേസ് ഈസ് അസംബിൾ ടു ദ ടോപ്പ് ഓഫ് ദ ക്രോസ് ലൈഡ് മേ ബി ക്ലാംഡ് അറ്റ് എനി റെക്കോർഡ് പൊസിഷൻ ബിറ്റ്വീൻ 0 to 360 ഡിഗ്രി ബൈ ടൈറ്റനിങ് ദ ടീ ബോൾട്ട്. ടീ ബോൾട്ടിനെ ടൈറ്റൻ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ 0 മുതൽ 360 ഡിഗ്രിയിലോട്ട് ഇതിനെ കറക്കുക. അതായത് വേണ്ട സാധനത്തിന് ഇതാക്കി ലൂസൺ ചെയ്യുക, എന്നിട്ട് വേണ്ട ആംഗിളിലോട്ട് കറക്കുക, എന്നിട്ട് വീണ്ടും ടൈറ്റൻ ചെയ്യിപ്പിക്കുക. അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്ന സാധനം. ഓക്കെ. ആ ടൈറ്റൻ ചെയ്യുക, അതായത് അതിന് ചുറ്റും കിടന്ന് കറങ്ങാനുള്ള ഒരു ശേഷിയുണ്ട്, അതാണ് അവർ ഉദ്ദേശിക്കുന്ന സാധനം. അതായത് ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ ആ ആക്സിസിന് അക്രോസ് ഇതിനെ പിടിച്ച് കറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമുണ്ട്. പക്ഷെ അതെന്ത് ചെയ്യുക, ലൂസൺ ചെയ്താൽ മാത്രമേ കറക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ ടൈറ്റ് ചെയ്ത് നിൽക്കും ഒരൊറ്റ ഇതായിട്ട്. നമ്മൾ ചോദിക്കുമ്പോഴും അങ്ങനെ പറഞ്ഞാൽ മതി, ടീ ബോൾട്ട് ഉണ്ട് സാറേ, ടീ ബോൾട്ടിനെ ഇതാക്കും, ലൂസൺ ചെയ്യും, ആ ടീ ബോൾട്ട് വെച്ചിട്ട് ഇതാക്കിയതിനു ശേഷം പിന്നെ ഇതാക്കുന്നുള്ള സാധനം പറഞ്ഞാൽ മതി. ആ ടൈറ്റൻ ചെയ്യാത്രേ ഉള്ളൂ. ടീ ബോൾട്ട് ഉണ്ട്. ആ ടൈറ്റൻ ചെയ്യുക, സ്പാനർ ഒന്നും പറയാതിരിക്കുക, എന്താണ് സാധനം എന്ന് അത് ചോദിച്ചാൽ മാത്രം പറഞ്ഞാൽ മതി. നമ്മൾ ചെയ്തിട്ടുള്ളത് അലൻകിയൊക്കെ വെച്ചിട്ടാണ്, എനിക്കത് നന്നായിട്ട് ഓർമ്മ വരുന്നില്ല. വർഷങ്ങളായി, അതുകൊണ്ടായിരിക്കും. അപ്പം ടൂള് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം, അല്ലെങ്കിൽ ഇത് വെറുത്തു. പിന്നെയും വർക്കും നിങ്ങളുണ്ട്. ഇതെന്തായാലും നോക്കണം, കാരണം ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പം ഇപ്പൊ പറയുന്ന എല്ലാ സാധനങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് നിമിഷങ്ങളിൽ നോക്കുന്നത്. അപ്പൊ ഈ നാളെ മറ്റന്നാളെ ഇത് വരും, അഡീഷണൽ കലണ്ടർ വരും. ഓഗസ്റ്റിൽ അഡീഷണൽ വന്നിട്ടില്ലല്ലോ, അപ്പൊ ഓഗസ്റ്റിൽ ഇപ്പം മെയിൻ ആയിട്ടുള്ള സാധനം വന്നിട്ടില്ല, അത്ര വന്നിട്ടുള്ളൂ. ഇനി അഡീഷണൽ വരും. അഡീഷണൽ കാണത്തില്ല, എന്നാലും ചുമ്മാ പറഞ്ഞത്, ചിലപ്പോൾ ടൂൾ ആൻഡ് മേക്കർ ചിലപ്പോൾ എടുത്തിടാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫിറ്റർ കാണുമെന്ന് അറിയത്തില്ല. ടൂൾ ആൻഡ് മേക്കർ ചിലപ്പോൾ ഇടുകയാണെങ്കിൽ നമുക്ക് സെപ്റ്റംബറിൽ കാണും, ഇല്ലെങ്കിൽ ഒക്ടോബറിലേ കാണത്തുള്ളൂ കേട്ടോ.